അവിടെ ഇരുന്ന് വില്ലേജ് ഓഫീസർ അടിച്ച ഡയലോഗ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പോലും ഇല്ലാതെ നിന്റെ ജാതി എന്നാണ് ചോദിച്ചേക്കുന്നത്. കൂടി ഇല്ലാത്ത ജാതികൾ ഇത് ഏതാ ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായാലും ചുരുണ്ട മുടിയുള്ള കറുത്ത സ്കിൻ ടോണോട് കൂടിയവര് ലുക്കിലൊരു പേര് തന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ കോളനിയിൽ നിന്ന് വിളിക്കുന്നത് ഇവ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബ്രോ അതിൽ പറയാതിരിക്കേണ്ട കാര്യം എന്തിനുള്ളത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ റേസിസം അനുഭവിക്കുന്നത് വെളിയിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ നിന്നാണ്. അവനെ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടൻ മുറ്റ എന്നുള്ള സാധനത്തിലായിരിക്കും. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കരിമടിക്കുട്ടാന്നായിരിക്കുള്ളൂ. എനിക്കുള്ള ഹെയ്റ്റും എൻ്റെ ഉള്ളിലുള്ള ഹെയ്റ്റും പരിപാടിയെല്ലാം ടുവേഴ്സ് ടു മൈ ഫാമിലി ബ്രോ. എനിക്കല്ലാണ്ട് വേറെ ഇതിൻ്റെ അടുത്ത് എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് വീടില്ല. എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് അപ്പുറത്തൊരു ലൈക്ക് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ഒരു ലേഡീനെ നമ്മൾ കാണാത്ത ഇത്രയും കാലമായിട്ട്? കറുത്ത നായികമാരില്ലല്ലോ. ഏറ്റവും നമ്മുടെ ആദ്യത്തെ നായിക ഏതായിരുന്നു? എന്താ പുള്ളിക്കാരത്തി സംഭവിച്ചത്? ഒരാളെ കാണിച്ചാൽ മതി. പേര് ബ്ലാക്ക് സ്കിൻ ആയിട്ടുള്ള പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നിട്ട് മറ്റേ ഹയർ ജാതിയിലുള്ള പുള്ളിക്കാരത്തിന് ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടെ കൾച്ചർ ഡിഫറൻസ് അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അത് ഇവിടെ നടന്ന റിയൽ ലൈഫ് സ്റ്റോറീസ്. അതിനെ എല്ലാത്തിനും എടുത്തിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതേ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അഭിനയം വളരെ ശോകമായിരുന്നു, അഭിനയം വളരെ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ലൈക്ക് ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് ഇത് ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും സാധനമായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എനിക്ക് അതിൻ്റെ അത് ചെയ്യാനുള്ള പണികളെന്ന് ഞാൻ നോക്കാറുള്ളൂ. ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടനായിരുന്നു എൻ്റെ കൊറിയോഗ്രാഫർ. ഈ ആദ്യം ചെയ്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടേക്ക് മുതൽ പിന്നെ നമ്മൾ കണ്ടേക്കുന്നതെല്ലാം ഞാൻ ചെയ്തേക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ആകെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനം അതാ ഒരു നടത്തുക. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവണം കേട്ടോ. എനിക്ക് പ്രളയമൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, വളരെ മൂഞ്ചലായിരുന്നു. ഒരു കുട്ടിത്തമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ആൾക്കാരെ പറ്റി ചെയ്യുന്നത്. ആൾക്കാർക്ക് എനിക്ക് കുറെ ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത് എനിക്ക് എന്തോ 22-23 വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളതാണ്. എന്താണ് ഈ കയ്യിൽ ക്യൂടെക്സ് ഇട്ടേക്കുന്നത്? സോ ഞാൻ ബേസിക്കലി ആകുമ്പോൾ മെറ്റൽ ഹെഡ്. ഭയങ്കര രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ പാട്ട് കേട്ട് തുള്ളണം ആൾക്കാരെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ലിറിക്സുകൾ മൊത്തത്തിൽ കുറച്ചധികം അങ്ങനെയാണ്. കമ്മട്ടിപ്പാടത്തിനകത്ത് വിനായകൻ ചേട്ടൻ്റെ ചെറുപ്പം അവതരിപ്പിക്കുമ്പോൾ ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം പണ്ട് മാന്ത്രികത്തിനകത്താണ് ബ്രേക്ക് ഡാൻസ് പുറകിന്ന് കളിച്ചതെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത്. അന്നൊക്കെ സിനിമ കാണുമ്പോൾ എന്താ ഞാൻ സ്കൂളിലിട്ട് കണ്ടതാ. അന്നൊന്നും ഒരുത്തൻ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ അത് ചിരിപ്പിക്കുന്ന ഒരു വേഷമായിട്ടാണ് അന്ന് നമ്മൾ ചിരിച്ചതാണ്. എന്തുവാണ് എപ്പോഴും ഇങ്ങനെ എന്നൊക്കെ ഒരു ഒച്ചയൊക്കെ ഇട്ട് വരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്കെയിൽ നിൽക്കുന്ന ഒരു ഇടമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പ് ലെവൽ ഒരു സ്കെയിൽ നിൽക്കുന്ന ഒരു ഇടമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഈ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ഒരു സീനില് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കഴിവുള്ളവരുണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അവരെപ്പോഴും ഒരു കോമാളിയാവുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായത്. സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കോമാളിയാണ്. എന്തുകൊണ്ടായിരിക്കും അവരൊരു കോമാളിയായിട്ട് ചിത്രീകരിക്കപ്പെടേണ്ടി വരുന്നത്? ഇപ്പം പ്രവീണിനെ നോക്കുകയാണെങ്കിൽ ഒരിടയ്ക്ക് മുടിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, അല്ലെ? കെട്ടിവെച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ മുടി നീട്ടി വളർത്തിയ ചുരുണ്ട മുടിയുള്ള കറുത്ത സ്കിൻ ടോണോട് കൂടിയവര്, കണ്ണു ചുമന്നവര്, ലുക്കിലൊരു പേര് തന്നെ വിളിക്കാറുണ്ട്. അതെനിക്ക് പേര് എനിക്ക് അങ്ങനെ പറയാൻ നമ്മൾ പറഞ്ഞല്ലോ കോളനിയിൽ നിന്ന് വിളിക്കുന്നത് ഇവ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബ്രോ അതിൽ പറയാതിരിക്കേണ്ട കാര്യം എന്തിനുള്ള? അല്ല അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാ. ലൈക്ക് അത് തന്നെ ആ ബുദ്ധിമുട്ട് അടിക്കുന്ന കാര്യം ഉണ്ടല്ലോ, ഉള്ളിൽ പെയിൻ അടിക്കുന്ന പരിപാടി സാധനം. എനിക്ക് അതും ഇടയ്ക്ക് മനസ്സിലാവാറില്ല. ഞാൻ അത്ര ഒരിടത്തുനിന്നാണ് വരുന്നത്. ലൈക്ക് അതന്നെ അത്ര അടുത്തുനിന്ന് വരുന്നത് തന്നെ ഈ സാധനത്തിൽ വിളിക്കുന്നു എന്നുള്ള കാര്യം. എനിക്ക് മറ്റൊരാളോട് പറയാൻ പെയിൻ ആണെന്നാ പറഞ്ഞത്. മറ്റൊരാളെ വിളിക്കുന്ന കേൾക്കുമ്പോഴെന്നല്ല, വിളിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കും. എന്ത് വർത്താനമാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അതിന് വ്യക്തമായി മറുപടി കൊടുക്കും. ആ ഒരു ടേമിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തായിരിക്കുള്ളൂ. ലൈക്ക് ഇവിടുത്തെ അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ നേരത്ത് പ്രശ്നം അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്യണമാരാണ് ആദ്യം അടിക്കേണ്ട കാര്യം. സോ അങ്ങനെ അടിക്കുമ്പോഴേക്കും പ്രശ്നം അവിടെയാണ്. സ്വന്തം കയ്യിൽ കിടപ്പുണ്ടേ. എത്ര കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാലം ഒപ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് കിളി പറത്തിയിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് KPMS അങ്ങനെ പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, സംഘടന ഉണ്ടല്ലോ. സോ ലൈക്ക് അതിൻ്റെ അത് നമ്മൾ എന്താ മറ്റേ ദീപ പരിപാടി സാധനത്തിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ ഞാൻ സ്പോർട്സിന് നടന്നപ്പോൾ നമ്മൾ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണേ. സോ അതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു പുള്ളിക്കാരൻ ലൈക്ക് പുള്ളി വന്നിരുന്ന് കഴിഞ്ഞിട്ട് അതിന് ഇരുന്നിട്ട് ആള് വന്നിട്ട് പറയാണ്, മൈക്കിലൂടെ വിളിച്ചു നിന്ന് പറയണ ഡയലോഗാണ് ലൈക്ക് നമ്മളിത് ഇങ്ങനെ ഒന്നും നിൽക്കാവുള്ളൂ. എന്തിനങ്ങനെ പറയണേ? ഈ ഡൂഡ് ഇപ്പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോയുടെ ഇപ്പുറത്ത് വന്നിരുന്ന് പറയണത് ഞങ്ങളെ ഓപ്രസ് ചെയ്തേ, ഞങ്ങളെ മറ്റേ ചെയ്യുന്നത്, ഞങ്ങളെ ഇത് ചെയ്യുന്നില്ല, മറ്റേ ചെയ്യുന്നില്ല. എന്നിട്ട് ഇവൻ്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇവൻ പറഞ്ഞ ഡയലോഗ് എന്താ? നമ്മൾ വേറൊന്നും ആഗ്രഹിക്കരുത്, നമ്മൾ വേറെ ഇതാക്കരുത്, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കാവുള്ളൂ, ഇതാണ് നമ്മുടെ സാധനം.
അവിടെ നിങ്ങൾ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യണ്ടല്ലേ. അതിൻ്റെ ബേസ് ഇത് അടിച്ച് പൊടിച്ച് കളയണ്ടേ. അത് കളയാണ്ട് നമുക്ക് ബേസ് മാത്രം നിലനിർത്താം, ഒന്നാമത്തെ നില നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം, അതിനകത്ത് ഫർണിച്ചർ എടുത്ത് മാറ്റി കളയാം. ഇതല്ലല്ലോ പരിപാടി. നിങ്ങളൊരു പ്രശ്നം തീർക്കാനാണോ എന്നുള്ള സാധനത്തിലാണെങ്കിൽ ഇത് മൊത്തത്തിൽ തീർക്കണം. അത് ചെയ്യൂലല്ലോ. കാരണം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ ഇവരുടെ ബാലൻസ് പരിപാടി പോകും. ഇവർ കാണിച്ചു വെച്ചേക്കുന്ന ഈ കാണിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന രാഷ്ട്രീയം പരിപാടി എല്ലാം പോകും, എല്ലാം ഇതാകും. അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലൈക്ക് ആൾക്കാരുണ്ട് എല്ലാ തവണയും നമ്മൾ വോട്ടെടുപ്പിന് വരുന്നതിന് 2 മാസം മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പയിനിങ് കളിയാക്കുകയാണ് ആൾക്കാരെ. ലൈക്ക് വോട്ട് ചെയ്യാത്തവരെ കളിയാക്കുന്നത് ഞാൻ കണ്ടേക്കണേ ഏറ്റവും കൂടുതൽ കണ്ടതുണ്ട്. വോട്ട് ചെയ്യില്ലെങ്കിൽ മറ്റേ ഏതെങ്കിലുമൊക്കെ മറ്റേ പരസ്യൻ്റെ അകത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവനെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് വന്നത്. എന്താണ് കളിയാക്കണം എന്തിനാക്കുന്നത്? വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു തിരുത്ത് നടത്തിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് കോൺടാക്സ്റ്റ് അറിയാം. ഞാൻ പറയുന്നത് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബേൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഗൈ ആണ് ഞാൻ. ഓക്കെ, എനിക്കിപ്പോൾ ലൈക്ക് നല്ലതാക്കണോ അല്ലെങ്കിൽ ഇതാക്കണോ എന്നുള്ള കാര്യമില്ല. ഇനി ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് നല്ലതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ഏരിയ ആണെങ്കിലും ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മൊത്തം അങ്ങോട്ട് നശിപ്പിക്കുക എന്നുള്ള പരിപാടികൾ. ലെറ്റ് ഇറ്റ് ബേൺ ലൈക്ക് ഹൂ കെയർസ്. ഇതേപോലെ എപ്പോഴും നമ്മൾ ലൈക്ക് കുറേ ആൾക്കാർ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ഒപ്രസ് ചെയ്യപ്പെടുന്നു. ദെൻ അതിൻ്റെ അകത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക, 100-300 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. ഈ ഒരു ഡയലോഗ് വരുമ്പോഴേ 2 കാര്യം ഞാൻ പറയാം. വേടനെ ഓർമ്മ വരുന്നു. വേടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വിപ്ലവങ്ങൾ വരണം, പൊരുതണം. അതായത് വാളെടുക്കണം, പൊരുതണം എന്നുള്ളതാണ്. അതായത് ഒപ്രസ് ചെയ്തതിൻ്റെ എത്രത്തോളം സഫർ ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഇതായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഇന്ററപ്റ്റ് ചെയ്യുന്നതാണ്, ഗസ്റ്റിനെ ഒരിക്കലും ഇതാക്കുന്നതല്ല. വോട്ടവകാശം എന്നുള്ളത് അത് നമ്മുടെ ഒരു അവകാശമാണ്, ഒരു പൗരന്റെ അവകാശമാണ്. ഞാൻ വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് എൻ്റെ മാത്രം ഡിസിഷനാണ്. പക്ഷേ അത് വിനിയോഗിക്കുക എന്നുള്ളത് ഭരണഘടന ഏറ്റവും സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ആൾക്ക് ഇവന് കുത്തണമെന്നോ ആൾക്ക് കുത്തണമെന്നല്ല. വി ക്യാൻ ചൂസ് നോട്ട് ഓൾസോ. എക്സാക്ട്ലി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയാണോ പരിപാടി നടക്കണേ? അതും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാം, നിങ്ങൾക്ക് നോട്ടൊക്കെ കുത്തണേ നോട്ടൊക്കെ കുത്താം. ഇതന്നെ ഇത് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ന്യൂസുകൾ പരിപാടി, വോട്ട് മറിക്കൽ പരിപാടി, സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എന്ത് കോൺടെസ്റ്റിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് എതിരാണ്. ഞാൻ എൻ്റെക്ക് പത്തനംതിട്ടയിൽ കുരങ്ങുമല എന്ന് പറഞ്ഞൊരു ഏരിയയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സോ അത് ഭയങ്കര കുറച്ച് ലൈക്ക് മറ്റേതാ കുടിയേറ്റക്കാട്ടി ആ ഒരു അവസ്ഥയിലാണെങ്കിൽ തോന്നുന്നു അവിടുത്തെ കമ്മ്യൂണിറ്റി അവിടെ എത്തിയിട്ടുണ്ടാകാൻ പോലെ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോ അവിടുത്തെ 2 മെയിൻ പാർട്ടികൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP പാർട്ടിയുടെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറയാം. ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്നിട്ട് അവർ പറയും ഇപ്പുറത്ത് ഈ ഒരു സൈഡിൽ ഒരു 5 വീടുണ്ടാവും, ഈ ഒരു വീട്ടിൽ 5 വീടുണ്ടാവും. ഇവരവിടെ നിന്ന് തീരുമാനിക്കും ഓക്കെ ഈ 5 വീടുകൾ ഞങ്ങളെടുത്തു, ഈ 5 വീട് നിങ്ങളെടുത്തോ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ കൊച്ചുങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ വളർന്നു വരുന്ന ഇവർക്ക് ബോധമാകുന്നതിൻ്റെ ഇത്രയും കാലത്ത് വരുന്ന അവർ വളരുന്ന 2 ഐഡിയോളജിയിൽ. ഓക്കെ, എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യണം. എങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണേ? എത്രാമത്തെ കാലം മുതൽ ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണേ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലൈക്ക് കോളേജിൻ്റെ സമയത്ത് എത്തുന്ന പിള്ളേർ മാത്രം ഈ പറയുന്ന മറ്റേ അടി കേസ്, മറ്റേ കുത്ത് പരിപാടി സാധനങ്ങളിലേക്ക് എത്തുന്നത്?